ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തോടെ 80 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കടക്കാനായിട്ടൊരുങ്ങുകയാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും വേഗത്തിലുള്ള 80 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ എത്തപ്പെട്ട ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ, നേട്ടങ്ങൾ തുടങ്ങിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ ബോക്സ് ഓഫീസ് റെക്കോർഡ് എന്തെന്നാൽ പൃഥ്വിരാജ് സുകുമാരന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ഗോട്ട് ലൈഫ് മാറിയിരിക്കുകയാണ്. 2015 തിയേറ്ററുകളിലേക്ക് എത്തിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ 56 കോടിയായിരുന്നു പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. ആ കളക്ഷൻ കഴിഞ്ഞ ദിവസം ഗോട്ട് ലൈഫ് മറികടന്നതോടെ പൃഥ്വിരാജിന്റെ കരിയറിലെ നിലവിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു റെക്കോർഡിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലെ മോളിവുഡിലെ പല നടന്മാരുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ പൃഥ്വിരാജ് മറികടന്നിരിക്കുകയാണ്. ടൊവിനോയുടെ സോളോ ഹീറോ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തല്ലുമാല എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ 47 കോടി, പ്രണവിന്റെയും ഉണ്ണി മുകുന്ദന്റെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ തുടങ്ങിയ റെക്കോർഡുകൾ മറികടന്ന സിനിമ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷനായ 2 കൺട്രീസ് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 55 കോടി രൂപ കൂടി മറികടക്കുകയുണ്ടായി. ശേഷം ഇന്നലത്തെ കളക്ഷനോടെ നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്ന പ്രേമം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 74 കോടി രൂപ കൂടി ഇപ്പോഴത്തെ ആടുജീവിതം മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മോളിവുഡിലെ പല നടന്മാരുടെയും കരിയർ ബെസ്റ്റുകൾ മറികടന്നുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിന്റെ ഗോട്ട് ലൈഫ് ഇനി മറികടക്കാനായിട്ട് പോകുന്നത് ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷനെയാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയ വഴി ദിലീപ് പൃഥ്വിരാജ് ഫാൻസ് ഫൈറ്റ് എല്ലാം തന്നെയാണ് നാം കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ സമീപകാലത്തായിട്ട് ദുൽഖർ പൃഥ്വിരാജ് ഫാൻ ഫൈറ്റ് എല്ലാം തന്നെയാണ് ഒരുപാട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുൽഖറിന്റെ അത്ര സ്റ്റാർഡം ഇല്ല, ഒപ്പം തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇല്ല എന്ന രീതിയിൽ ഒരുപാട് ട്രോളുകളെല്ലാം തന്നെ കണ്ട അതേ പൃഥ്വിരാജ് ഇപ്പോഴത്തെ കുറിപ്പ് എന്ന ഒരു മലയാളം സിനിമയുടെ ദുൽഖറിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഫൈനൽ കളക്ഷൻ വെറും 6 ദിവസങ്ങൾ കൊണ്ട് മറികടക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ കുറിപ്പിന്റെ ഫൈനൽ കളക്ഷനായ 81 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ആടുജീവിതം എത്തുകയാണ്. അങ്ങനെ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 100 കോടിയും കടന്ന ഏതെല്ലാം പ്രമുഖ നടന്മാരുടെ ഫൈനൽ കളക്ഷൻ മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള പൃഥ്വിരാജ് സിനിമ ആടുജീവിതത്തിന്റെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ വാർത്തകൾ കേട്ട്.